നല്ല തന്തക്ക് നീ പറഞ്ഞോനാണ് ഞാൻ പറയുന്ന ഈ അലിഗേഷനെതിരായിട്ട്. നീ മറ്റുള്ളവരെ നന്നാക്കാനും ഡ്രഗ്സ് പിടിക്കാനും മറ്റുള്ളവരുടെ ജീവിതം സേഫ് ആക്കാനും നടക്കുന്ന നീ നിന്റെ സ്വന്തം ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതുകൂടാണ്ട് ഇന്ന് നീ പലവർക്കും നേരെ ഇന്ന് ഐഡന്റിറ്റി വെളിവാക്കി ഇന്ന് നീ കൊടുത്തുവിടുന്ന ആ ഒരു മൊനുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. ആർക്കും അറിയില്ല എന്താണെന്ന്, അവരുടെ പക്ഷെ ആരും കേട്ടിട്ടില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കുന്നു, ഇവന്റെ കൂടെ കൂടുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ അതിനുള്ള എല്ലാ വിഷ്വലും ഈ പറഞ്ഞ ഐഡന്റിറ്റി ഉൾപ്പെടെ ഇവൻ ഇട്ടിരിക്കുന്ന പലവരുടെ അവസ്ഥ അവരിന്ന് പറയുന്നത് ഇല്ലാനിട്ട് ഇവൻ പറയുന്ന കാര്യങ്ങൾ ഇവൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ യുഎയിലാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, കേസ് കൊടുത്തോ എന്നൊക്കെ അവരോട് ഇവൻ പറയുന്ന ഡയലോഗുകൾ കാലിൽ പിടിച്ചിട്ടും. അതായത് പല പെണ്ണുങ്ങളുടെ ഫേസ് ഐഡന്റിറ്റി കൊടുത്തിട്ട് നീ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിനക്കെതിരെ എത്ര കേസ് ഉണ്ട്, അത് നിനക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എക്സ്പോസ് ചെയ്ത് നിനക്ക് ഇടാൻ പറ്റും നിന്റെ വീഡിയോ. ഞാൻ നിരപരാധിയാണ്, എൻ്റെ പേരിൽ പെണ്ണ് കേസില്ല, എൻ്റെ പേരിൽ പോലീസിന്റെ ജീപ്പ് തല്ലിപ്പൊളിച്ച കേസില്ല, എൻ്റെ പേരിൽ ഡ്രഗ്സ് കേസില്ല. എടാ നീ യുഎക്ക് എടുക്കണം. നീ ഈ ന്യൂസൊക്കെ മറ്റേ പബ്ലിക് മീഡിയയിലൊക്കെ മനോരമയിലും അവിടെ ഇവിടെയൊക്കെ ന്യൂസിൽ വന്നാൽ ന്യൂസുകളാണ്. ഇനിയും വിശ്വാസമില്ലാത്തതുകൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് ചെന്നിട്ട് ഒന്ന് അന്വേഷിച്ചോട് നോക്കുക. അപ്പോൾ തന്നെ അറിയാം ന്യൂസ് എന്താ നടന്നുള്ളൂ. അതൊക്കെ വിടുക, അതൊക്കെ അവൻ്റെ ജീവിതം, അവൻ്റെ കാര്യം. അവൻ ഇപ്പം നന്നായി എന്താണെന്ന് നോക്കുക. ഇവൻ ഈ യുഎ കിടന്നവൻ എങ്ങനെയാണ് ബാംഗ്ലൂർ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ അറിയാം. മറ്റുള്ളവരുടെ മെസ്സേജ് അയച്ചും ഇവൻ അത് കണ്ടും അത് ക്ലാരിറ്റി വരുത്താണ്ട് എടുത്ത് എക്സ്പോസ് ചെയ്യുന്നു, ഐഡന്റിറ്റി ഉൾപ്പെടെ ഇടുന്നു. അതിനുശേഷം അവരനുഭവിച്ചത് ഒരു പെൺകുട്ടി നിന്ന് ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചു. അവർക്ക് നിന്ന് നാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അവരുടെ ഫാമിലിക്ക് ഇറങ്ങാൻ പറ്റില്ല. അവരുടെ കുടുംബത്തിലെ ആകെ മാതാവും മാത്രം, പിതാവ് മരിച്ചു. ഇന്ന് തയ്ച്ചാണ് ആ മാതാവ് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ പെൺകുട്ടിയെ പഠിപ്പിച്ചത് അത്രയും കഷ്ടപ്പെട്ട്. ഇവൻ ചെയ്ത വീഡിയോയിൽ ഒരു തെളിവ് പോലും ഇല്ലാണ്ട് ഇവനിട്ട് അവരിവൻ്റെ കാല് പിടിച്ചു. പക്ഷേ ഇവൻ പറഞ്ഞ ഡയലോഗുകൾ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നീ നല്ലതെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നിന്റെ കേസുകൾ വന്നിട്ടില്ലേ, ഇനി ഞാൻ നിരപരാധിയാണ്, നീ തെളിവുകൾ എക്സ്പോസ് ചെയ്തിട്ട് നിന്നെ കേരള പോലീസ് വരെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? കേരള പോലീസ് സാർമാർക്ക് അറിയില്ലായിരിക്കും. ആ സാർമാരുടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എറണാകുളത്തൊന്ന് പോയി അന്വേഷിക്കാൻ ഇവനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഒരു ഒറ്റയടിക്ക് മാനസാന്തരം വന്ന് നന്നായവനാണ്. നിന്റെ വരുന്നുണ്ടാ ഓരോന്നായിട്ട് നിന്റെ വരുന്നുണ്ട്.